മുമ്പത്തെ പോലെയല്ല കരിയറിൽ എന്ത് തീരുമാനം എടുക്കുന്നുണ്ടെങ്കിലും ഡാറ്റ നോക്കിയിട്ട് മാത്രം ചെയ്യുക. ഡാറ്റ നോക്കിയതിന് ശേഷം ഞാൻ തിരുത്തിയ 3 മിത്തുകളെ കുറിച്ചാണ് പറയുന്നത്. ഒന്ന്, ബിസിനസ്സിലും സ്റ്റാർട്ടപ്പിലും താല്പര്യമുള്ളവർ കൊമേഴ്സ് എടുക്കണം എന്നായിരുന്നു ഇതുവരെ ആളുകൾ പറഞ്ഞിരുന്നത്. പക്ഷേ ഇന്ത്യയിലെ യൂണിക്കോണുകൾ, അതായത് $1 ബില്യൺ മുകളിൽ വാല്യുവേഷനുള്ള സ്റ്റാർട്ടപ്പുകളിൽ 70% ബിൽഡ് ചെയ്തിരിക്കുന്നത് ബിടെക് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരാണ്. 9% മാത്രമേ കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർ ബിൽഡ് ചെയ്തിട്ടുള്ളൂ. മിത്ത് നമ്പർ 2, IAS IPS പോലുള്ള ടോപ്പ് ലെവൽ ഗവൺമെന്റ് ജോബ് നോക്കുന്നവർ ഹ്യൂമാനിറ്റീസ് എടുക്കണം എന്നായിരിക്കും നിങ്ങൾ ഇതുവരെ കേട്ടിട്ടുണ്ടാവുക. പക്ഷേ ഈ കഴിഞ്ഞ UPSC റിസൾട്ടുകൾ നോക്കുന്നവർ അതിൽ 75% പോയിരിക്കുന്നത് എഞ്ചിനീയറിംഗ്, മെഡിസിന്, സയൻസ് പോലുള്ള ബാക്ക്ഗ്രൗണ്ട് എന്നുള്ളവരാണ്. 24% മാത്രമേ ഹ്യൂമാനിറ്റീസ് ബാക്ക്ഗ്രൗണ്ട് എന്നുള്ളവർ വന്നിട്ടുള്ളൂ. മിത്ത് നമ്പർ 3, ഡോക്ടർ ആവുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു പ്രൊഫഷൻ ആയിട്ടാണ് ഇതുവരെ കണക്കാക്കിയിട്ടുള്ളെങ്കിൽ നമ്മൾ റീസെന്റ് റിപ്പോർട്ടുകൾ നോക്കുമ്പോൾ ഇന്ത്യയിലെ 10 ടോപ്പ് പേയിങ് ജോബുകളിൽ ഡോക്ടർ ഇല്ല, മറ്റു പല പ്രൊഫഷനുകളുമാണ്. അപ്പൊ എല്ലായ്പ്പോഴും നോക്കുക, സയൻസ് എടുക്കുന്നത് ഇനി ഡോക്ടർ ആവാൻ വേണ്ടിയിട്ട് മാത്രമല്ല, മറ്റ് പല കരിയറും ഇപ്പൊ അതിൽ അവൈലബിൾ ആണ്. സോ ലാസ്റ്റ് വേർഡ്, എപ്പോൾ നിങ്ങൾ കരിയറിൽ ഡിസിഷൻ എടുക്കുന്നുണ്ടെങ്കിലും ഡാറ്റ നോക്കുക എന്ന് പറയുന്നത് ഇപ്പൊ ഈസിയാണ്. നിങ്ങൾ വിചാരിക്കുന്ന കരിയർ നോക്കിയിട്ട് ഗൂഗിളിലോ ചാറ്റ് GPT വെച്ചിട്ട് ഡാറ്റ വെരിഫൈ ചെയ്യാൻ പറ്റുന്നതാണ്. ആ രീതിയിൽ മാത്രം ഡിസിഷൻ എടുക്കുക.